എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ഉടൻ വന്നേക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ +2വിൻ്റെ വിവിധ വിഭാഗങ്ങളായിട്ട് പരീക്ഷ ചെയ്ത്, അതായത് റെഗുലർ വിഭാഗം, അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം, സ്കോൾ കേരള, അതുപോലെ തന്നെ HSC VHSC വിഭാഗങ്ങളുടെ പരീക്ഷാ ഫലങ്ങൾ ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കും. അതായത് ഏകദേശം നിങ്ങൾക്ക് SSLC റിസൾട്ടിനോടനുബന്ധിച്ച് തന്നെ വിദ്യാർത്ഥികളുടെ +2 റിസൾട്ടും പ്രസിദ്ധീകരിച്ചേക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് നിങ്ങൾക്ക് DHSCയുടെ പുതിയ വെബ്സൈറ്റ് ആയിട്ടുള്ള, അതായത് results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി തന്നെയായിരിക്കും പ്രസിദ്ധീകരിക്കുക. കാരണം ഇത്തവണ ഈ ഒരു ഫസ്റ്റ് ഇയറിൻ്റെ, അതായത് ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാ ഫലങ്ങൾ പുതിയ വെബ്സൈറ്റിലാണ്, അതായത് റിസൾട്ട് ഈ ഒരു DHSCയുടെ റിസൾട്ട് പോർട്ടലിലാണ് പുതുതായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റ് വഴി തന്നെയായിരിക്കും വിദ്യാർത്ഥികളുടെ +2വിൻ്റെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റിസൾട്ടുകൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴിയും, അതുപോലെ തന്നെ കേരള results.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും, അതുപോലെ തന്നെ results.kite.kerala.gov.in, അതുപോലെ സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ, അതുപോലെ iExam മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ വഴിയും നിങ്ങൾക്ക് റിസൾട്ട് അറിയാം. അതായത് കേരള results.nic.in എന്നുള്ള വെബ്സൈറ്റിലും ഇത്തവണ റിസൾട്ട് വരും. കാരണം ഈ ഒരു +2വിൻ്റെ റിസൾട്ട് സാധാരണ വിവിധ വെബ്സൈറ്റുകളിലായിട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട്. കാരണം +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ +2വിൻ്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ ഒരു, അതുപോലെ തന്നെ ഇതൊരു പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ആയതുകൊണ്ടാണ് ഈ ഒരു നിരവധി വെബ്സൈറ്റുകളിലായിട്ട് റിസൾട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റുകൾ മാത്രമല്ല മറ്റ് വെബ്സൈറ്റുകൾ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, +2വിൻ്റെ റിസൾട്ട് വന്ന ഉടനെ തന്നെ +2വിൻ്റെ സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ ആരംഭിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് ആണോ എഴുതേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സേവ് പരീക്ഷയാണോ എഴുതേണ്ടത്, ഏതാണ് എഴുതേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ +2വിൻ്റെ റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നത്, നിങ്ങൾ ഇന്നലെ ഈ ഒരു ഫസ്റ്റ് ഇയറിൻ്റെ സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് പരിശോധിച്ച സെയിം രീതിയിൽ തന്നെയായിരിക്കും. അതായത് ഇവിടെ ഇതുപോലെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാകും. ജസ്റ്റ് അവിടെ ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകിക്കൊണ്ട്, അതുപോലെ ഇവിടെ കാണാൻ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അതാണ് ക്യാപ്ച, അതുകൂടി നൽകിയ ശേഷം ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട്, അതായത് +2വിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇത് ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ടിൻ്റെ പേജാണ്. അപ്പോൾ അത് ഫസ്റ്റ് ഇയറിൻ്റെ സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ടിൻ്റെ പേജാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാത്രമാണ് റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നിരവധി വെബ്സൈറ്റുകളിൽ നിങ്ങളുടെ +2വിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്ന് നിങ്ങളോട് പറഞ്ഞു. ഇനി നമുക്ക് കേരള results.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ കേരള results.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതുപോലെയാണ് റിസൾട്ട് വരിക. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ DHSC റിസൾട്ട്സ് 2025, അതുപോലെ DHSC അല്ല VHSC റിസൾട്ട്സ് 2025, അതുപോലെ തന്നെ DHSC NSQF റിസൾട്ട്സ് 2025 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ഏത് റിസൾട്ടാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു, അതായത് കേരള റിസൾട്ട്സിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ ആണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട്, അതായത് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ സൈഡിൽ സിമ്പിൾ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സ്കൂൾ കോഡ് നൽകുക, സബ്മിറ്റ് ചെയ്യുക. സ്കൂൾ വൈസ് റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പുതുതായിട്ട് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത വെബ്സൈറ്റിൽ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിലവിൽ ഈ ഒരു കേരള results.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴി റിസൾട്ട് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഓരോ വർഷത്തെയും ഈ ഒരു DHSCയുടെ തീരുമാനം അനുസരിച്ച്, അതുപോലെ VHSCയുടെ തീരുമാനം അനുസരിച്ചുകൊണ്ടാണ് ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് പരിശോധിക്കാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു VHSC ആണെങ്കിൽ സ്കൂൾ വൈസ് റിസൾട്ട് കഴിഞ്ഞ വർഷമൊക്കെ ഈ ഒരു പരിശോധിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ ഒരു വെബ്സൈറ്റ് വഴി അതിനായിട്ടുള്ള ആ ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കാറുണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, അതായത് നിങ്ങളുടെ സാധാരണഗതിയിൽ സ്കൂളിൻ്റെ കോഡ് ഏകദേശം 6 അക്കമാണ് വരാറുള്ളത്. എന്നാൽ VHSC വെബ്സൈറ്റിലാകെ 5 അക്കം മാത്രമേ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് VHSCയുടേത് പരിശോധിക്കാനുള്ള അവസരം ലഭിക്കാറില്ല. അപ്പോൾ ഇത്തവണ സ്കൂൾ വൈസ് റിസൾട്ട് പരിശോധിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് മാത്രമാണ് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു വെബ്സൈറ്റാണ് കൈറ്റിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൈറ്റിൻ്റെ വെബ്സൈറ്റിലും സാധാരണ +2വിൻ്റെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റിസൾട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. റിസൾട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു HSC ആണോ അല്ലെങ്കിൽ VHSC ആണോ എന്നുള്ള ആ ഒരു ലിങ്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് നൽകി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു HSCയുടെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥി
വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഈ ഒരു റിസൾട്ട് വന്ന ശേഷം പിന്നീട് നിങ്ങൾക്ക് റീവാലേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവ ഇങ്ങനെയുള്ള അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. ഈ ഒരു റീവാലേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ആൻസർ ഷീറ്റ് വീണ്ടും പരിശോധിക്കുന്നതാണ്. ഇങ്ങനെ പരിശോധിച്ച ശേഷം റീവാലേഷന്, അതായത് പബ്ലിക് എക്സാമിനേഷനിൽ കിട്ടിയതിനേക്കാൾ ഈ ഒരു 60 മാർക്ക് സബ്ജക്റ്റിൽ 6 മാർക്കും 80 മാർക്ക് സബ്ജക്റ്റിൽ 8 മാർക്കും കൂടുതൽ കിട്ടുന്ന സാഹചര്യത്തിൽ, അതോ അതിൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് നിങ്ങൾ അടച്ച ഫീസ് കിട്ടും. അതായത് റീവാലേഷന് മുമ്പുള്ളതിനേക്കാൾ ഈ ഒരു 10% മാർക്ക് നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ, അത് ആകെ മാർക്കിൻ്റെ 10% കൂടുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ട് കിട്ടുന്നത്. അതുപോലെ സ്ക്രൂട്ടിനി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ആ ഒരു എവിടെയെങ്കിലും മാർക്ക് ഇടാൻ വിട്ടുപോയിട്ടുണ്ടോ, മാർക്ക് ഇട്ടത് കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുക. ഫോട്ടോ കോപ്പി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങൾക്ക് സ്കൂൾ വഴിയോ തപാൽ മുഖേനയായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അതാണ് ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത്. റീവാലേഷന് 500 രൂപയും ഫോട്ടോ കോപ്പിക്ക് 300 രൂപയും സ്ക്രൂട്ടിനിക്ക് 100 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ +2വിൻ്റെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷകൾ നിങ്ങൾക്ക് ഉടൻ നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് 2 ദിവസത്തിനുള്ളിൽ തന്നെ +2വിൻ്റെ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷയും സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ +2വിൻ്റെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഏകദേശം ഒരു 2 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ SSLC റിസൾട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം വാല്യുവേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി മാത്രമേ ഇനിയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.